മഴ ചതിച്ചു ഗായ്സ്. കണ്ടോ, സ്ട്രക്ചർ അടിച്ച് പ്രൈമറും അടിച്ച് ഇവിടെ പാനൽ കയറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേനും മഴ വന്ന് ചതിച്ച് ഗായ്സ്. ആ പാനലൊന്ന് ഷീറ്റിന് മണ്ടൊക്കെ ആയതുകൊണ്ടേ പാനലൊന്ന് കയറ്റി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയതാണ്. മഴ കണ്ടില്ലേ, സമയം കണ്ടോ, ദേ ഏകദേശം 4:30 ആയപ്പോഴത്തേനും നമ്മുടെ ക്ലൈമറ്റ് അങ്ങ് മാറിപ്പോയി. ഈ വീട്ടിലെ പഴയ സിസ്റ്റം, അതായത് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ ലിഥിയം ബാറ്ററിയുടെ ഒരു ഇൻവെർട്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 2000 VAയുടെ ഒരു ഇൻവെർട്ടറാണ്. അതുപോലെ 24 വോൾട്ടാണ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു വീഡിയോ. എല്ലാ സൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ 16 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബാണ്. അതിൽ കുറഞ്ഞുള്ള ഒരു പരിപാടി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എല്ലാ സൈറ്റും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോളോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു സൈറ്റ് വരുന്നത് നമുക്ക് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കോഴഞ്ചേരിക്ക് അടുത്ത് തടിയൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ചുറ്റളവിൽ കിട്ടിയ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ RKS എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് RKS എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ 16 ഗേജുള്ള സ്ക്വയർ ട്യൂബാണ്. ഈ ഒരു സ്ക്വയർ ട്യൂബ് നമ്മൾ പെരയുടെ മൗണ്ടയ്ക്ക് എല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷീറ്റിന് മുകളിലാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഴയ ഒരു സോളാർ സിസ്റ്റം ഇവരുടെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഓൺ ഗ്രിഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ ഒരു നമ്മുടെ 2 kVയുടെ ആ ഒരു സോളാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അത്യാവശ്യം 2 പാനലും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വർക്ക് നിങ്ങൾക്ക് കാണാം. ദേ ഇത് കണ്ടില്ലേ, ഈ ഒരു ഷീറ്റിന് മുകളിലായിട്ട് ഈ ഒരു പാനലിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഒരു 4 പാനൽ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന 625 വാട്ട്സിൻ്റെ അദാനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ ടൈപ്പ് പാനലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 പാനലാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല പഴക്കമുണ്ട് കേട്ടോ. 20 വർഷത്തിൽ കൂടുതലൊക്കെ പഴക്കമുള്ള ഒരു റൂഫിംഗ് സ്ട്രക്ചർ വർക്കാണ്. അപ്പോൾ അതിന് മുകളിലാണ് ഈ ഒരു ഓൺ ഗ്രിഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് നിലവിലിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മളൊന്നും തൊടാതെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പുതിയ പാനൽ, പുതിയ സിസ്റ്റം, പുതിയ സ്ട്രക്ചർ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പഴയ ഷീറ്റ് ആയതുകൊണ്ട് നമ്മളതിനെ, അതുപോലെ തന്നെ സ്ട്രക്ചർ വർക്ക് ഇപ്പോഴത്തെ പോലെ ഒരു സ്ക്വയർ ട്യൂബ് അല്ല, പഴയ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ നമ്മുടെ നൗഫൽ, പിന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ മാഹിൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്നത്തെ ഒരു വർക്കിന്. പിന്നെ നമുക്ക് ഇവിടെ സഹായത്തിനായിട്ട് ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ഒരു വർക്കിനായിട്ട് ഇന്നത്തെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ അളവൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നോവൽ കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്ട്രക്ചർ വർക്കിൻ്റെ വർക്കിലാണ് ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വാക്കുവയും കാര്യങ്ങളൊക്കെ വേണം. കാരണം പാനലൊക്കെ കഴുകാനായിട്ട് നമുക്ക് നടന്നു പോകണം. അപ്പോൾ ഈ ഒരു ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ വർക്കിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പോൾ അതേ ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീറ്റിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് പലകളൊക്കെ നിരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ട്രക്ചർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് ഏകദേശമൊക്കെ വൃത്തിയായിട്ട് താഴെ നിന്ന് പാനലൊക്കെ ചുവന്ന് മുകളിൽ കയറ്റി കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലൈമറ്റ് മാറി മഴയായിപ്പോയി. അപ്പോൾ നമ്മുടെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടി. അതായത് വൈകുന്നേരം ആയപ്പോഴത്തേനും മഴയായിപ്പോയി. അപ്പം ഉച്ച സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്, നല്ല രീതിയിലൊക്കെ എല്ലാം അടിച്ച് കത്തിച്ച് ഒട്ടിച്ച് വെക്കുന്നുണ്ട് മഹേഷ്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ പാനലൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ കണക്ഷൻസൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പണി മാളിപ്പോയി. വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അറിയാമല്ലോ. വൈകുന്നേരം ആകുമ്പം ഇപ്പം മഴയാണ്. ഇത് കണ്ടില്ലേ, പാനലൊക്കെ മുകളിൽ കയറ്റിയപ്പോഴത്തേനും മഴയായി, നനഞ്ഞ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൈഡ് ഒതുങ്ങി. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സ്ട്രക്ചറെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാക്കുവയുണ്ട്, എല്ലാം വൃത്തിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സ്ക്വയറുകളും 2.5 1.5 നമ്മുടെ സൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ജെ ബോർഡ് ഇട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 1.5 സ്ക്വയർ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. പാനൽ താണ്ടിരിക്കുന്നത് കേട്ടോ, മഴ പെയ്ത് നനഞ്ഞ്. ഇതാണ് നമ്മൾ അദാനിയുടെ 625 വാട്ട്സിൻ്റെ ടോപ്പ് കോണുള്ള പാനൽ കേട്ടോ. ഇത് കണ്ടല്ലോ, അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അദാനിയുടെ ആണ് കേട്ടോ. അപ്പോൾ കിട്ടിയത് നമുക്ക് 625 വാട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഇവിടെ ഈ സൈറ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാനലും ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. ഈ മഴ ഒന്ന് തോർന്നപ്പോഴാണ് ഈ ഒരു പാനൽ സെറ്റ് ചെയ്യാനായിട്ട് കയറിയത്. കാരണം ആദ്യമേ സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്തപ്പോഴത്തേന് നമുക്ക് മഴയായി. പിന്നെ നമ്മുടെ എപ്പോക്സിക്കൊക്കെ ഒരു ചെറിയ പൊള്ളിപ്പൊട്ടുമൊക്കെ വന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാനൽ എങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജോലി. അപ്പം അങ്ങനെ 4 പാനൽ സെറ്റ് ചെയ്യാൻ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് കണ്ടോ, വൈകിട്ടായപ്പോഴത്തേനും മഴ കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ വൈകുന്നേരം
ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ പണി കണ്ടോ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പം എല്ലാ സൈറ്റുകളും ഇതേപോലെയാണ്. ഇപ്പം മഴയുടെ ആവശ്യം മഴയാവും, ചില ഏരിയകളിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പാനലൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പാനൽ സെറ്റ് ചെയ്ത് തീർന്നിട്ട് നമുക്കിനി താഴേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. താഴെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. 5 കിലോവാട്ടാണ് സ്റ്റോറേജ് വരുന്ന ബാറ്ററിക്ക്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനലൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മുടെ അദാനിയുടെ 625 വാട്ട്സിൻ്റെ ടോപ്പ് ഓണാണ്. നടക്കാനുള്ള വാക്ക് വേ ഉണ്ട്. അപ്പോൾ എന്താ ഇത് കണ്ടോ, ഇടത്തും വലത്തുമായിട്ട് നമ്മുടെ ഈ 2 പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, സ്റ്റോപ്പറായിട്ട് നമ്മൾ, അതായത് നടന്നു പോകുന്നതൊക്കെ അങ്ങോട്ട് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റോപ്പർ അവിടം വരെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വർക്കും പാനൽ ഫിറ്റിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ടുള്ളത്. ഇത് കണ്ടില്ലോ, അടിപൊളിയായില്ലേ. അപ്പോൾ നമ്മുടെ പാനൽസ് 4 എണ്ണം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ ഇൻവെർട്ടർ ഇതൊന്ന് പൊട്ടിക്കുന്നതൊക്കെ കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ യൂറ്റിൽ സോളാറിൻ്റെ നമ്മുടെ സിഗ്മയുടെ, അതായത് സോളാർ PCU ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3000B 3048 ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത് കേട്ടോ. ഇതാണ് ഫ്രഷ് പാക്കറ്റ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 1 കിലോവാട്ട് മുതൽ 120 കിലോവാട്ട് വരെയൊക്കെയുള്ള സിസ്റ്റങ്ങൾ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5 വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ് ഈ ഒരു സിസ്റ്റത്തിന് കമ്പനി തരുന്നത്. അത് നമുക്ക് ബാറ്ററിക്കും കിട്ടുന്നുണ്ട് 5 വർഷം വാറണ്ടി. അപ്പോൾ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സിഗ്മ പ്രോ ആണ്. 3000B ഉണ്ട്, 48 വോൾട്ട്. അപ്പോൾ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. 195 വോൾട്ട് SPV ഇതിനകത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെവിയാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ അതിന് വീലോ ട്രോളിയോ ഒന്നുമില്ല, ബുഷ് തന്നെയാണ്. അപ്പോൾ അതേ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴത്തേ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി പേപ്പർ, അതായത് വാറണ്ടി പേപ്പർ നമുക്കുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള കേബിൾസ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് വയർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ പുറകിൽ തന്നെ കണക്ടർ ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ലിഥിയം ബാറ്ററിയുടെ ബോൾട്ട് വെച്ചിട്ട് നമുക്ക് അതിന് സെറ്റ് ചെയ്യാം. അപ്പോൾ മറ്റ് സാധാരണ ഇൻവെർട്ടറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കേബിളാണ് തരുന്നത്. ഇതിൽ കണക്ടറാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ. ഇത് കണ്ടോ, സീരിയൽ നമ്പറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മോഡൽ നമ്പർ. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പെക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 80 മുതൽ 195 വരെ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു SPയുടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാനുണ്ട്, ബൈപ്പാസ് ചെയ്യാനുള്ള സ്വിച്ചുണ്ട്, പിന്നെ ഓവർലോഡിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് നമുക്കുണ്ടാവും ഇവിടെ. പിന്നെ നമുക്ക് 13 ആംസിൻ്റെ ഒരു സോക്കറ്റ് നമുക്ക് കമ്പനി തരുന്നുണ്ട് ഔട്ട്പുട്ട് എടുക്കാനാണ്. പിന്നെ KICBയുടെ നമുക്ക് ഒരു സീമെൻസിൻ്റെ MCB നമുക്കുണ്ട്. സോളാറിൻ്റെ റിവേഴ്സ്, അവന് ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ബാറ്ററിയുടെ ബ്രേക്കർ ഓൺ ഓഫ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കവർ ഊരി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഹെവി ആയിട്ടുള്ള ഒരു കണക്റ്റേഴ്സാണ്. എല്ലാ കേബിളും നമ്മൾ അവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ QR കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓണാക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ബാറ്ററി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ UTLൻ്റെ നമുക്ക് 5 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള ലിഥിയം ബാറ്ററിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രഷ് പാക്കറ്റായിട്ട് വരുന്നത്. 51.2 വോൾട്ടാണ്, 100 AH കപ്പാസിറ്റിയാണ് ഇത് വരുന്നത്. 5 യൂണിറ്റാണ് ഇതിൻ്റെ സ്റ്റോറേജ്. നമുക്കിതിനകത്ത് ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാരലൽ കമ്മ്യൂണിക്കേഷൻസ് പോർട്ടുള്ള ഒരു ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അടുത്ത ഒരു ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് സാക്ക് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ പോർട്ട് അതിനകത്തുണ്ട്. നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം. സ്വിച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കറ്റ് ഇത് തുടങ്ങിയത് എന്നാണെന്നുള്ളവരെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 60 മാസം വാറണ്ടി ഉണ്ട്. കാർഡ് വേണ്ടിയുണ്ട്. മോഡൽ നമ്പർ കാര്യങ്ങൾ, സീരിയൽ നമ്പർ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാൻ ചെയ്ത് യൂസർ മാനുവലി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററി കണ്ടോ, അടിപൊളി പാക്കിംഗ് ആണ്. പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ UTLൻ്റെ ഈ ഒരു മോഡൽ ബാറ്ററിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള പാക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്ത് വിടുന്നത്. തെർമോക്കോളും കാര്യങ്ങളൊക്കെ ഫോമൊക്കെ വെച്ച് ഫില്ല് ചെയ്താണ്, കാരണം ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി. ഒരു 50 കിലോ വെയിറ്റ് നമുക്ക് ഈ ഒരു ബാറ്ററിക്ക് നിലവിൽ ഉണ്ട്. അത്യാവശ്യം 2 പേർക്ക് പിടിച്ച് പൊക്കാനുള്ള രണ്ട് സൈഡിലായിട്ട് ഹാൻഡിലൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. അത് പ്ലാസ്റ്റിക്കായിട്ട് നമുക്ക് റോപ്പ് ചെയ്ത് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഈർപ്പോ മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ ഡീറ്റെയിൽസുകൾ വീണ്ടും നമുക്ക് ബാറ്ററിയുടെ ആ ഒരു വോൾട്ടേജ് കാര്യങ്ങൾ, അമ്പിയർ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി വ്യക്തമായിട്ട് ഇവിടെ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ഫ്രണ്ട് സൈഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ BMS സ്വിച്ച് ഉണ്ട്, ബ്രേക്കർ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ, പോർട്ടുകൾ, അതുപോലെ പാരലൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്, അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ. അപ്പോൾ അതുപോലെ BMS ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം ഇതിനകത്ത് വെൽക്കം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജ്, ഇപ്പോൾ ഇതിൻ്റെ SOC എന്ന് പറഞ്ഞാൽ 44% ആണ് ബാറ്ററിക്ക് ചാർജ് കൊടുത്തിരിക്കുന്നത്, 52.7 വോൾട്ട്. അപ്പോൾ ഇതിൻ്റെ സെല്ലിൻ്റെ വോൾട്ടേജ് നമുക്ക് എല്ലാം ഒന്ന് 16 സെല്ലാണ് വരുന്നത്. ആ 16 സെല്ലിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ വോൾട്ടേജ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 16 കാണാം. ആദ്യം നമുക്ക് 9 കിട്ടി, അടുത്തത് 16 വരെ. അപ്പോൾ നമുക്ക് ഓരോ സെല്ലിനും എത്രാമത്തെ സെല്ലിന് എത്ര വോൾട്ട് ഉണ്ട് ഇത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഡിസ്പ്ലേ നമുക്കിവിടെ കാണിക്കും. SOH 100%, SOC നമുക്ക് 44%. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഒരു ബ്രേക്കർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാറ്ററി ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ബ്രേക്കറാണ്. അതായത് ബാറ്ററിയിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും. ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് സോളാർ പാനലിലെ വയറൊക്കെ നമ്മളെല്ലാം വലിച്ചിട്ടുണ്ട്. അതെല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഊർജ്ജം എത്രയാണെന്ന് കാണിക്കും, അതിൻ്റെ ആംബിയർ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് പാരാമീറ്റർ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ആംബിയറും അതിൻ്റെ വോൾട്ടേജും നമുക്ക് സോളാർ പാനലിൽ നിന്ന് നോർമലി നമുക്ക് 18 ആംബിയറാണ് വരുന്നത്. ആ 18 ആംബിയറിന് കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടും 40 ആംബിയർ വരെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ്, അതുപോലെ ബാറ്ററി എത്ര ആംബിയറിൽ ചാർജ് എടുക്കുന്നു, ചാർജ് എത്ര വേണം, വോൾട്ടേജ് എത്ര വേണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. അതായത് പഴയ ഇൻവെർട്ടർ ഇരുന്ന ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ആ 2 വീലർ ബാറ്ററിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് കണ്ടോ സ്റ്റാൻഡിൻ്റെ പുറത്തൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് നമ്മളൊരു DC ബോക്സും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പം സിസ്റ്റം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. AC വർക്ക് ചെയ്യിക്കാം, മോട്ടോർ വർക്ക് ചെയ്യിക്കാം. അങ്ങനെയുള്ള അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ 2400 വാട്ട്സാണ് ലോഡിങ് കപ്പാസിറ്റി വരുന്നത്. 5 യൂണിറ്റ് നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. രാത്രി കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കൽപരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് നന്ദി.